നമസ്കാരം എവറിബഡി, വെൽക്കം ടു മൈ ചാനൽ ദ ചെറിയൻ ഷോ. ഈ നോസ്റ്റാലജി ഒക്കെ അടിച്ചിരിക്കുന്നെന്ന് പറയുന്നില്ലേ, ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പം. കാരണം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ഒരു ആനിമേറ്റഡ് സീരീസ്, അതിനെ ആനിമേ എന്ന് പറയാൻ പറ്റത്തില്ല, ആനിമേ അല്ല സംഭവം, കാരണം ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ആനിമേറ്റഡ് സീരീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു ചിത്രമാകുന്നു. അതിന്റെ ട്രെയിലർ ആണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. ആ കാർട്ടൂണിന്റെ പേരാണ് ഹീ മാൻ. അന്ന് എനിക്ക് തോന്നുന്നു വളരെയധികം ഞാൻ ഇൻട്രസ്റ്റോടെ കൂടി കാണുന്ന ഒരു സംഭവമായിരുന്നു. അന്ന് സൂര്യക്കകത്താണോ അതോ കൊച്ചു ടി വിക്കകത്താണോ, കൊച്ചു ടി വി അന്ന് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ചിലപ്പോൾ സൂര്യക്കകത്തായിരിക്കും, അത് വേറെ ഏതെങ്കിലും ചാനലിലായിരിക്കും. മലയാളത്തിൽ ഇത് ഡബ് ചെയ്ത് വരുന്ന ഒരു സംഭവമായിരുന്നു. ആകെ ഞാൻ മലയാളത്തിൽ കാണുന്ന ഒരു കാർട്ടൂൺ ഇതേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം കാർട്ടൂൺ നെറ്റ്വർക്കും പോകുകയും ആ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പം കാർട്ടൂൺ നെറ്റ്വർക്കിൽ മാക്സിമം കാണുന്നോണ്ട് ഈ ഒരു കാർട്ടൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് ചിലപ്പോൾ സമയം കിട്ടിയ അങ്ങനെയൊക്കെ ആയിരുന്നു കാണുന്നത്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം അതിൻ്റെ അകത്തുള്ള ഹീമാൻ എന്ന് പറഞ്ഞ ആ ക്യാരക്ടറും പുള്ളിയുടെ ആ പവറും ആ വാള് വാള് കൊണ്ടുള്ള പവർ. എനിക്കൊന്ന് പുള്ളിക്കുള്ള ഒരു പെറ്റ് ഉണ്ടായിരുന്നു, ഒരു ഒരു പുലി, ഭയങ്കര ശാന്തമായ. പക്ഷെ ആ പുള്ളി ഇങ്ങനെ അതിനെ എന്തോ തൊടുമ്പോ എന്തോ ചെയ്യുമ്പോൾ അതിന്റെയും ശക്തി ഡബിൾ ആവും. അപ്പൊ അത് നല്ല അഗ്രസീവായിട്ട് അത് വരുന്ന ഒരു ടൈപ്പ് സംഭവം. അങ്ങനെയൊക്കെ ആയിരുന്നു സ്റ്റോറി. ഞാൻ പറഞ്ഞില്ല, ബിറ്റ്സ് ബൈ ബിറ്റ്സ് അവിടെ ഇവിടെ എന്തൊക്കെ ഓർമ്മ, ഒരു കേവ് ഓർമ്മ വരുന്നു, ഒരു നീള മുടി, അങ്ങനെയൊക്കെ ഒരു 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 ക്യാരക്ടറാണ്. പെട്ടെന്ന് ഹീമാൻ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരും. ഇപ്പം അതൊരു സിനിമയായി. അതിന്റെ ട്രെയിലറാണ് ഈ മാസമാണ് ജൂൺ 5-ാം തീയതി സിനിമ ഇറങ്ങാൻ പോകുന്നത്. ഹിന്ദിയില്, മലയാളത്തില്, തമിഴ്, ഇംഗ്ലീഷ്, കന്നഡ, അങ്ങനെ പല ഭാഷകളിലാണ് ഇത് ഇറങ്ങാൻ പോകുന്നത് ഇന്ത്യയില്. പിന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, സാധാരണ ഈ ഫിലിംസില് ഡബ് ചെയ്ത് കാണാൻ ഒരു സുഖമില്ല. പക്ഷെ ഇതിന്റെ മലയാളം അടിപൊളിയാണ്. കാരണം ഉണ്ണി മുകുന്ദനാണ് ഈ മാൻ മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി നേരെ ട്രെയിലറിലേക്ക് പോവാം. വീണ്ടും തുടങ്ങിയോ? ഏതോ ഒരു മാജിക് സോഡ് ഉണ്ട് ഇവിടെ. അത് കിട്ടിയില്ലെങ്കിൽ നീ ഇവിടെ തന്നെ ഇരിക്കണം. തിരിച്ച് നിന്റെ ഗ്രഹത്തിലേക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നിന്റെ സോഡിനോടുള്ള നല്ല മ്യൂസിക് ആളുകളെ പേടിപ്പിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ മോനെ, ഉണ്ണി മുകുന്ദൻ വോയിസ് ആണ് ഈ മാൻ്റെ. എന്നാ ഈ സോഡ് എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴി കാണിക്കും. ഇതാ കേവ് ആയിരിക്കും അല്ലേ? എൻജിയും സോണി. എനിക്കറിയാം നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് ഓർമ്മയില്ല, പക്ഷെ എനിക്കെല്ലാവരും അറിയാം. നീ ഇവിടുന്ന് പോയതിനു ശേഷം എല്ലാം മാറി, എല്ലാം നശിച്ചു. സ്കെലറ്റൻ എന്റെ കുടുംബത്തെ നശിപ്പിച്ചു, എന്റെ ലോകം എല്ലാത്തിനും ഞാനാ കാരണം. എനിക്കറിയാം തോറ്റവന്റെ വേദന. നീ വീഴുന്നത് തല ഉയർത്തി നിൽക്കാനുള്ള അവസരമാണ്. പവർ വന്നു. വരൂ. ഫിറ്റ്നസ്. ഈ പ്രപഞ്ചം എന്റെ നേടുകണ്ട ഭയങ്ങൾ. ഇതാ തോറിലെ ഞാനത് തിരിച്ചു പിടിക്കും. അതിന് എനിക്കെല്ലാം ആണും പെണ്ണും പിന്നെ ആ സാധനം കൂടി നിനക്ക് ശക്തി ഉണ്ടാവാം, പക്ഷെ അത് ഉപയോഗിക്കാൻ ഭയപ്പെടുന്നല്ലോ. ആ ശക്തി എങ്ങനെ ഉപയോഗിക്കണം എനിക്കറിയാം. ഹിറ്റ്മാൻ ആൻഡ് ദി മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ്. ഗ്രഹത്തിൽ നിന്ന് വന്നതാണെന്ന് എല്ലാവരോടും പറയാം. അടിപൊളി. എങ്ങനെ ഇതുപോലൊക്കെ പറഞ്ഞാ നിനക്ക് പ്രാന്താന്നാ പറയാ. സിനിമ ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം. കൊള്ളാം, അടിപൊളി സംഭവം. മലയാളത്തിൽ ഇതിന്റെ ഡബ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അടിപൊളി ട്രെയിലർ, BGM അടിപൊളി, കാസ്റ്റിംഗ് അടിപൊളി, ഡബിങ് ചിട്ടുക്കച്ചി. ഉണ്ണി മുകുന്ദൻ ആസ് ആ വോയിസ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാൻ അത് വിഷ്വലൈസ് ചെയ്ത ഉണ്ണി മുകുന്ദനായിട്ടാണ് ഹീമാൻ. കാരണം പുള്ളി അതൊരു ആ ക്യാരക്ടറിന്
പറ്റിയ ഒരാളാണ്. ആ ഹൈറ്റും ആ പുള്ളിയുടെ ഒരു ഫിസിക്കും പുള്ളിയുടെ ആ ഫേസ് കട്ടും എല്ലാം ഹീമാനെ പോലെ തന്നെ. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹീമാന്റെ മലയാളം ഡബിങ് മോനെ പൊളിക്കും. പിന്നെ ഇതിന്റെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിക്കോളസിന്റെ ലാസ്റ്റ് പടം ദ ഐഡിയ ഓഫ് യു, അതാണ് ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു അടിപൊളി പടമാണ്. ആനി ഹാത്വേയുടെ കൂടെയുള്ള ഒരു റൊമാൻറ്റിക് ഒരു ആഷിക്കി പോലത്തെ ഒരു പടം. ഇത് പറയുന്ന കെമീല ജെറേഡ് ആണ് ഇതിൻ്റെ അകത്ത് സ്കെലിറ്റോർ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഇഡ്രിസ് ആണ് ആ തോറിലെ ആ പുള്ളി, ആ ഗേറ്റ് ഒക്കെ ഗാർഡ് ചെയ്യുന്ന റോള് ഇപ്പൊ ഇതിൻ്റെ അകത്തും ഉണ്ട്. പിന്നെ മൊറീനയാണ് ഡെഡ്പൂളിലെ ഗേൾഫ്രണ്ട് ആയിട്ട് പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ. അപ്പം കുറെ അറിയാവുന്ന കുറെ കാസ്റ്റിങ്ങും ഉണ്ട്. കാസ്റ്റിങ്ങും അടിപൊളി കാസ്റ്റിങ്. പിന്നെ ഒരു വിഷ്വലി ഒരു നല്ല ഒരു എഫക്റ്റ് ഉള്ള ഒരു ട്രെയിലറായിരുന്നു. കാരണം നമ്മളിങ്ങനെ കണ്ടിരിക്കും. ഒരു 2-2.5 മിനിറ്റിന്റെ ട്രെയിലറിനകത്ത് നമ്മൾ വളരെ അധികമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുന്ന് കാണുന്ന ഒരു ട്രെയിലറാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു നോസ്റ്റാൾജിയ വൈബാണ്. എന്തായാലും ഈ ഫിലിം എനിക്ക് തോന്നുന്ന ഇന്ത്യയിലും കിടുക്കാച്ചി ഹിറ്റ് ആയിരിക്കും. കാരണം എല്ലാ ലാംഗ്വേജിലും ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജസിലും വരുന്നുണ്ട്. അപ്പം അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ മലയാളത്തിൽ ഉണ്ണിവേന്റെ ഡബ്ബല്ലേ, അടിപൊളി. അപ്പൊ ജൂൺ 5-നാണ് തിയേറ്ററിൽ വരുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതിയേ. അപ്പൊ പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. Until then, take care.